കേരള ക്രൈം ഫയൽസ് സീസൺ 2 ഡയറക്റ്റഡ് ബൈ അഹമ്മദ് കബീർ. ഇതിലാണ് സീരീസ്. എനിക്ക് ഇതിന്റെ ഫസ്റ്റിനെയും കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സെക്കൻഡാണ് കേട്ടോ. ഒരു പോലീസ് ഓഫീസർ മിസ്സിംഗ് ആവുന്നു, അതിനെ തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെയാണ്. അത് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മേക്കിംഗ് ആയാലും പടത്തിന്റെ ക്വാളിറ്റി ഒക്കെ ഒരു രക്ഷയില്ല. നല്ല നല്ല പടങ്ങളൊക്കെ ചെയ്യണം, അല്ലാതെ ഈ സീരീസ് മാത്രം ഫോക്കസ് ചെയ്യാതെ പടമൊക്കെ ചെയ്യും ബ്രോ. കാരണം നല്ല 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 രീതിയിൽ നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അത് സിനിമയിലും കൂടെ നമ്മൾ അതിൻ്റെ ഒരു നല്ലൊരു പടം ഈ ഒരു സീരീസ് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതൊരു സിനിമയായിട്ട് വന്നിരുന്നെങ്കിലാണ് ഞാൻ ആഗ്രഹിച്ചു പോയി. ഇതൊരു പടമായിട്ട് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ തിയേറ്ററിലൊക്കെ ഒരു കിടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിൽ അർജുൻ രാധാകൃഷ്ണൻ, കണ്ണൂർ സ്ക്വാഡിലെ വില്ലൻ, 1, 2, 3 വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആളാണ് ഇതിന്റെ പ്രധാന വേഷം ഇതിൽ ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ളത്. പിന്നെ അജു വർഗീസ് ഉണ്ട്, ലാലുണ്ട്, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ. സീരീസ് അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല അവസാനമൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എടുത്തു പറയണം, അതും നൈസായിരുന്നു. ബാഹുൽ രമേഷ്, റൈറ്റർ ഓഫ് കിഷ്കിന്ദ കാണ്ഡം. അയ്യോ, അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഇതിലും നൈസ് വർക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സംവിധാനം അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊള്ളാം കേട്ടോ. ഇഷാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് തന്നെയാണ് കേരള ക്രൈം ഫയൽസ് സീസൺ 2.